Hey there, welcome back to Duvi Talks. ഇന്ന് നമ്മുടെ ദുബിക്ക് 45 ദിവസം കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള ആദ്യ ബുധനാഴ്ചയാണ് വാക്സിനേഷൻ ഡേ. രാവിലെ ദുബി എണീറ്റ് വരുന്നുണ്ട്. വാക്സിനേഷൻ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റീസ് കുറച്ച് ഫാസ്റ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. രാവിലത്തെ ഇളം വെയിൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയേണ്ടതായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് മിസ്സാക്കാറില്ല. പക്ഷെ ഇപ്പോഴും ദുബി ഉറക്കത്തിന്റെ രാജയിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഞാൻ തിരികെ കൊണ്ട് കിടത്തി എൻ്റെ മോർണിംഗ് ആക്ടിവിറ്റീസിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് മീനുകളുണ്ട് കേട്ടോ. അവർക്ക് തീറ്റയൊക്കെ കൊടുക്കുന്നതാണ് ആദ്യത്തെ പരിപാടി. അവിടെ നേരെ കിച്ചണിലേക്ക്. രാവിലത്തെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഞാൻ സെറ്റാക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കാര്യം ഏറ്റെടുത്ത്. എൻ്റെ ഉപ്പുമാവ് സെറ്റായപ്പോഴത്തേക്ക് അമ്മ ലഞ്ചിലേക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ ഞങ്ങൾ ഉപ്പുമാവ് കഴിച്ച് റെഡിയായി അടുത്തുള്ള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തി. ഇവിടാണ് ദുബിയുടെ വാക്സിനേഷൻ. ആദ്യം തന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എടുക്കണം. അമ്മയാണ് ദുബിയായിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വാക്സിൻ എടുക്കാനായിട്ട് വാക്സിൻ കൗണ്ടറിലെത്തി. 3 ഇഞ്ചക്ഷനുകൊണ്ട് എന്താവും സംശയമായിരുന്നു. പക്ഷെ എന്തായാലും സക്സസ്ഫുള്ളി ഞങ്ങൾ വാക്സിൻ എടുത്തിരിക്കുകയാണ്. അങ്ങനെ 45 ഡേയ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള വാക്സിനേഷൻസ് ആണ് ഇന്ന് ദുബിക്ക് എടുത്തത്. വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ 2 ഓറൽ വാക്സിനും 3 ഇഞ്ചക്ഷൻസും ആണ് എടുക്കുന്നത്. ഓറൽ വാക്സിൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് ഓറൽ പോളിയോ വാക്സിനും, രണ്ടാമത്തേത് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ വയറിളക്കം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന റോട്ട വൈറസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള റോട്ട 1 എന്ന് പറയുന്ന ഓറൽ വാക്സിനുമാണ് നമ്മൾ ഇന്നെടുത്ത 2 വാക്സിൻസ്. ഇഞ്ചക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് പോളിയോ വാക്സിൻ്റെ തന്നെ ഇഞ്ചക്ഷനാണ്, ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ IPV. രണ്ടാമത്തേത് ഹെപ്പറ്റൈറ്റിസ് ബി, മീസിൽസ്, മംസ്, റൂബല്ല, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്നീ പറയുന്ന 5 അസുഖങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന പെൻറ്റാവാലന്റ് വാക്സിൻ ആണ് രണ്ടാമത്തെ വാക്സിൻ. മൂന്നാമത്തേത് PCV വാക്സിനാണ്, ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. ഇത് നമ്മുടെ ന്യൂമോണിയയ്ക്ക് എഗനിസ്റ്റ് ആയിട്ട് എടുക്കുന്ന വാക്സിനാണ്. ഈ ഇഞ്ചക്ഷൻ അത്യാവശ്യം പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള ഏരിയ പ്രസ് ആകാതെ ശ്രദ്ധിക്കണം. ഒരു 2 ദിവസത്തേക്കൊക്കെ പനിക്കാൻ സാധ്യതയുണ്ട്. അതിൽ കൂടുതലായിട്ട് വരുവാണെങ്കിൽ ഹെൽത്തിൽ അറിയിക്കണം. അതുപോലെ നമ്മുടെ കുട്ടികളെ ടൈംലി വാക്സിനേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ ഇമ്മ്യൂണൈസേഷന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൾ ആക്കണേ. എന്നാലേ എൻ്റെ ഫർദർ വീഡിയോസ് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഇസ് ദിവ്യ വിത്ത് ദുബി ടോക്സ് ലീവിംഗ്. Ta-ta!